ഞാൻ ഇവിടെ പറഞ്ഞു, ഇസ്ലാമിക ഉമ്മത്തിന്റെ ഏറ്റവും അടിത്തറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ പോലും നിങ്ങൾക്ക് 100 കൊല്ലത്തെ പഴക്കമില്ല. എന്നിട്ട് ഞാൻ വക്കം മൗലവിയുടെ വിശ്വാസം എന്നതാന്ന് പറഞ്ഞു. ആ വിശ്വാസത്തിനെതിരാണ് നിങ്ങളെ ഇപ്പത്തെ വിശ്വാസം എന്ന് പറഞ്ഞു. പക്ഷെ മൗലവി എന്ത് ചെയ്തു അറിയോ? മുജാഹിദുകളുടെ ഇപ്പത്തെ വിശ്വാസം എന്താന്ന് ഞാൻ പറയുന്ന ഭാഗം കേൾപ്പിച്ചു. എന്നാൽ അതിന്റെ മുമ്പ് മുജാഹിദുകൾക്ക് എന്തായിരുന്നു വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞത് കേൾപ്പിച്ചില്ല. അവിടെ ഇങ്ങനെ കാണാൻ ക്ലിപ്പ് ഒരു ചാട്ടം ചാടണേ. എന്നിട്ട് ഇപ്പോഴുള്ള വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ പോകാൻ. എന്റെ പോയിന്റ് എന്താണ്? KM മൗലവി വിശ്വസിച്ച അള്ളാഹ് അന്നത്തെ വഹാബികളെ പോക്കറ്റിൽ ഇല്ല. അതായത് എന്ന് പറഞ്ഞ ആശയത്തില് മുസ്ലിമീങ്ങളുടെ പൂർവികര് പോകട്ടെ, നിങ്ങളെ പൂർവികരുടെ വിശ്വാസം പോലും നിങ്ങളിൽ ഇല്ലാന്ന് സ്ഥാപിക്കാനാ ഞാൻ ഈ പറയുന്നത്. ആ ആശയത്തെ തൊടാതെ മൗലവി കണ്ടോ ക്ലിപ്പ് അട്ടിമറിക്കണ്. ഇവിടെ കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, അതൊരു കാര്യം തന്നെയല്ലേ. അള്ളാഹുവിലുള്ള വിശ്വാസത്തെ ആഴ്ചക്ക് മാറുകയാണ്. ഏത് മതത്തിൽ അങ്ങനെ ഒന്നുണ്ടാകും? നിങ്ങൾ ആലോചിക്കുക. ഒരുപാട് മതക്കാരില്ലേ നമ്മളെ നാട്ടിലെ? ആ മതക്കാരൊക്കെ വിശ്വസിക്കുന്ന ദൈവവിശ്വാസത്തിന് അതിൻ്റെതായൊരു ചേലും കോലല്ലേ, അതിനൊരു സ്ഥിരതയില്ലേ? എന്നാൽ അതില്ലാത്തൊരു വർഗമാണ് വഹാബികള്. അവരുടെ പൂർവികരുടെ ദൈവവിശ്വാസം ഓൽക്കില്ല എന്ന് ഞാൻ പറയുന്ന ഭാഗം മൊത്തം ഡിലീറ്റ് ചെയ്ത് അയക്ക് പോയതേ ഇല്ല. നമ്മൾക്ക് അല്ലാഹുവിലുള്ള വിശ്വാസം ശരിയല്ല, നമ്മൾക്ക് അല്ലാഹുവിലുള്ള വിശ്വാസം ശരിയല്ല. അതല്ല ഞാൻ ആദ്യം പറഞ്ഞേ. നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവും വക്കം മൗലവി വിശ്വസിക്കുന്ന അള്ളാഹുവും രണ്ടാണ് എന്നാ ഞാൻ പറഞ്ഞേ. ശരിയും തെറ്റും പിന്നെ അടുത്ത സ്റ്റെപ്പാണ്. ആദ്യം ഇതാണ്. ഇതുമ്പോ തൊടാഞ്ഞത് എന്തേ മൗലവിമാരെ? വക്കം മൗലവി പറയാത്തതും കേൾക്കാത്തതുമാണ് നിങ്ങൾ ഇന്ന് പറയുന്ന അള്ളാഹു. അമാനി മൗലവി പറഞ്ഞതും എഴുതാത്തതുമാണ് ഇന്ന് നിങ്ങൾ പറയുന്ന അല്ലാഹു. ഇതാ എന്റെ പോയിന്റ്. വികൃതമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളാണ് നമ്മൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്നെ പറഞ്ഞത്. അതിന് ഞാൻ സലക്ഷൻ തെളിവ് വെച്ചു. ഏത്? നിങ്ങളുടെ വിശ്വാസപ്പിഴവ് എന്നതിനപ്പുറത്ത് പൂർവികരായ നിങ്ങളുടെ ആളുകൾ വിശ്വസിക്കാത്ത വിശ്വാസം നിങ്ങൾക്ക് അല്ലാഹുവിലുള്ളത് എന്നാ ഞാൻ പറഞ്ഞു. അതാണ് പറയണത്. ആരാന്നുള്ളത് പിന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്നും അതിന്റെ മറുപടി എന്താണെന്നും ആദ്യം തൊള്ളർന്നു പറ, എന്നിട്ട് ഇങ്ങോട്ട് പറ. ഇവര് പുരോഹിതന്മാരും അങ്ങനെയാണ്, അണികളും അങ്ങനെയാണ്. ഇപ്പൊ ചിലപ്പോ വാട്സപ്പിലൊക്കെ വല്ല ഡൗട്ട് ആയിട്ട് വന്നാല് വഹാബികളോട് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാൽ അതിനെപ്പറ്റി പറയേയില്ല. അപ്പോത്തിന് വഹാബികൾ വീണ്ടും ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിക്കാനേ ഓലെ കിട്ടുള്ളൂ. എന്താ കാരണം എന്നറിയോ? നിഷേധിക്കാൻ മാത്രം പഠിപ്പിക്കപ്പെട്ട കൗമാണ്. അതേ, നിഷേധിക്കാൻ മാത്രം പഠിപ്പിക്കപ്പെട്ട കൗമാണ്. വിശ്വസിക്കാനും പ്രവർത്തിക്കാനും ഒന്നും പരിശീലിപ്പിക്കപ്പെടാത്ത പ്രത്യാശാസ്ത്രമാണ് വഹാബിസം. അതുകൊണ്ട് ഇങ്ങോട്ട് ചോദ്യമാണ് ആരാ പറഞ്ഞെന്നുള്ളത് പിന്നെ ചർച്ച ചെയ്യാ. പറഞ്ഞ കാര്യത്തിന് ആദ്യം ഒരു മറുപടി പറ, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറ. അതാണ് അന്തസ്. അല്ലാഹുവിലുള്ള വിശ്വാസമായ റുബൂബിയത്തിൽ ശിർക്ക് വന്നു പോയവർ, ഉലൂഹിയത്തിൽ ശിർക്ക് വന്നു പോയവർ, അസ്മാഉ വസിഫാത്തിൽ ശിർക്ക് വന്നു പോയവർ, മദ്രസ പഠന കാലഘട്ടം മുതൽ ഈമാൻ കാര്യം 6 എണ്ണി പഠിച്ചിട്ട് ആ 6 പിഴച്ചു പോയ ആളുകളാണ് പറയുന്നത് നമുക്ക് അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതല്ലേ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹുവും അതുപോലെ നിങ്ങളുടെ പൂർവികർ വിശ്വസിക്കുന്ന അള്ളാഹുവും ഒന്നല്ല. എന്ന് പറഞ്ഞ ആശയത്തിൽ നിങ്ങളുടെ പ്രാസ്ഥാനിക പൂർവികരെ പോലും ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതായിരുന്നു അന്നത്തെ പോയിന്റ്. നിങ്ങളെ വിശ്വാസം പിഴവാണ്, അതൊരു വിഷയമാണ്. എന്നാൽ അതിനെ ഓട്ടയടക്കാൻ വീണ്ടും നമ്മളെ കുറിച്ച് ഇല്ലാത്ത ശിർക്കാരോപണം ഇങ്ങനെ നടത്തിയാണ്, വസ്തുതാപരമായി തെളിയിക്കാൻ കഴിയാത്തത്. അയാളെ നമുക്ക് അല്ലാഹുവിന്റെ വിഷയത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ അദ്ദേഹം കൊണ്ടുവന്ന ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ പറഞ്ഞു അത്രേ അല്ലാഹ് ഉപരിയിലാണ്, ആകാശത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതല്ല, നിങ്ങൾ അങ്ങനെയും പറഞ്ഞു. അമാനി മൗലവി വക്കം മൗലവി അങ്ങനെ അല്ലാന്നും പറഞ്ഞു. അതാ വിഷയം. നിങ്ങൾ പറയുന്നു അല്ലാഹു തആല ആകാശത്താണ്, നിങ്ങളുടെ പൂർവികനായ വക്കം മൗലവി പറയുന്നു ആകാശത്തല്ല. അവിടെയാണ് പോയിന്റ്. അതിലേക്ക് മൗലവി പോയതേ ഇല്ല. അല്ലാഹുവിന്റെ വിഷയത്തിൽ നമ്മൾ പിഴക്കാൻ കാരണം എന്ന് കേട്ടോളി. ആ കേക്കണിയിൽ വക്കം മൗലവിന്റെ കഥ പറയുന്നിടത്ത് ക്ലിപ്പൊക്കൊരിയായി ഈ ചക്കിൻ ചറും വെച്ച മാതിരിയാണ് പോകും. എന്നിട്ട് പിന്നെ അവരുടെ വിശ്വാസം പറയുന്നിടത്ത് ഇങ്ങനെ മൗലവി ഇങ്കിലാവാവും. 1930 പ്രസിദ്ധീകരിച്ചാണ്. പിന്നെ റേഡിയത്ത് കൂറാച്ചു തുടങ്ങിയ ഒരു സൗണ്ട് ആയിട്ടാണ് പോവുകയാണ്. എന്താ കാരണം? അവിടെ മൗലവിക്ക് തൊടാനാവതില്ല. എന്നിട്ട് നമ്മളെ കുറിച്ച് മുജാഹിദീങ്ങൾ ഒരു ഉളുപ്പില്ലാതെ വന്നിട്ട് പറയും നമ്മൾ ക്ലിപ്പ് കട്ടുമുറിക്കണോലാണ്.
അതേത് അള്ളയാണ്? അള്ളാഹുവിന് ഒരു പ്രത്യേകമായ സ്ഥലത്തോ ഇടത്തോ നമ്മൾ. ഇനി ഞാൻ എന്താ പറയണത്? ആ വക്കം മൗലവിന്റെ ബുക്കിലുള്ളത് ഉദ്ധരിക്കണം. എന്താ പറയണ മൂപ്പര്? അള്ളാഹു ആകാശത്താണ് എന്നോ അള്ളാഹു താല ഏതെങ്കിലും ഒരു സ്ഥലത്താണ് എന്ന് പറയാൻ പാടില്ല എന്നാണ് ആ ബുക്കിലുള്ളത്. അപ്പൊ ഞാനത് വിശദീകരിച്ചു. എന്ന് പറഞ്ഞ ആകാശത്തോ ഭൂമിയിലോ പാടത്തോ പറമ്പിലോ ഒന്നും അള്ളാഹിനെ പറ്റി പറയാൻ പാടില്ല എന്ന് വക്കം മൗലവിയുടെ ബുക്കിലുണ്ട് എന്നാ ഞാൻ പറയണേ. പക്ഷെ മൗലവി അത് കേൾപ്പിക്കാതെ മൗലവി എന്ത് ചെയ്യാണ്? വെറ്റിലെ പെട്ടി കായ്വേക്കാണ്. എന്നിട്ട് മൗലവി പറയാണ്, മൂപ്പര് പറയാ ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അള്ള പാടത്തും പറമ്പിലാന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. വക്കം മൗലവി പറയുന്നുണ്ട് അങ്ങനെ പാടത്തും പറമ്പിലും ആകാശത്താണെന്നൊന്നും അള്ളാഹിനെ പറ്റി ഒരു പ്രത്യേക സ്ഥലം പറയാൻ പാടില്ല എന്ന് വായിച്ചതിന്റെ ബാക്കിയാണത്. അത് മൗലവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തന്നുകൊണ്ട് അവിടങ്ങിട്ട് ഈമാൻ ചൂടാകുകയാണ്. സങ്കല്പിക്കാൻ പാടില്ല അള്ളാഹു ആകാശത്താണ്, ഭൂമിയിലാണ്, പാടത്താണ്, പറമ്പിലാണ് എന്നൊന്നും പറയാൻ പാടില്ല. അതൊക്കെ ആകാശത്തിലാണ്, പറമ്പിലാണ്, പാടത്താണ്. ആ പാടം പറമ്പ് എന്നുള്ളത് മൂപ്പന്റെ പോക്കറ്റിൽ നിന്നാണ്. പിന്നെ നാവിന് കുറച്ച് നീളുണ്ടല്ലോ, അപ്പൊ പിന്നെ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പൊന്നാര പടപ്പേ, വക്കം മൗലവിന്റെ ബുക്കിലുള്ള വരി അള്ളാഹുവിനെ ഒരു പ്രത്യേക സ്ഥലത്ത് സങ്കല്പിക്കാൻ പാടില്ല എന്നാണ്. ആ സ്ഥലത്ത് സങ്കല്പിക്കാന്ന് പറഞ്ഞതിന്റെ രീതിയാണ് ഞാൻ പറഞ്ഞത്. ആകാശത്ത്, ഭൂമിയില്, പാടത്ത്, പറമ്പിലൊന്നും പറയാൻ പാടില്ല. പക്ഷെ മൗലവി അതെന്തേക്ക് ഓലെക്കുറിച്ച് നമ്മളങ്ങനെ പറഞ്ഞിക്കണെന്ന് വരുത്തിയിട്ട് മൂപ്പര് ഒരു 1.5 ദ്വയൊക്കെ പാസ്സാക്കുന്നുണ്ട്. ആരും പാടത്താണ് പറമ്പിലാണ് അല്ലാ എന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ തൊള്ളിയിലെ കാറ്റായിട്ടാണ് പോകും. അള്ളാന്റെ എത്തിക്കെത്തുന്ന ദുവയല്ല എന്നും ആരങ്ങൾ അങ്ങനെ പറഞ്ഞിക്കണ് പറഞ്ഞതേ. ഞാൻ പറഞ്ഞത് വക്കം മൗലവി പറഞ്ഞിക്കണ് അള്ളാഹ് ആകാശത്ത് ഭൂമിയിലാന്നൊന്നും പറയാൻ പാടില്ല, ഒരു പ്രത്യേക സ്ഥലത്ത് അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് വക്കം മൗലവി പറഞ്ഞു എന്നുള്ള ആ സാധനം റേഡിയന്റ് കൂറാ ചുടുങ്ങിയ മാതിരി അടിച്ചാണ് കളഞ്ഞ്. എന്നിട്ട് പിന്നെ മൂപ്പരെ ബാക്കിയുള്ള ഇന്നത്തെ വിശ്വാസത്തിൽ മൂപ്പര് ചർച്ച അല്ലാഹു ഒന്നാന്ന് പറയാൻ ഞങ്ങൾക്ക് ചങ്കുറപ്പുണ്ട്. അവിടെ ഞങ്ങൾ ക്ലിപ്പ് ഇങ്ങനെ കട്ടടിച്ചു പോകൂല. ഇങ്ങക്ക് വക്കം മൗലവിയുടെ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ക്ലിപ്പ് കട്ടടിച്ചു വിടണം. എന്നിട്ട് ക്ലിപ്പ് കള്ളന്മാര് ഞങ്ങളെ കുറിച്ച് തോന്നിയാസം പറയണം. ഇനി സഹോദരന്മാരെ, ഞാൻ എന്താണ് അന്ന് ഇവിടെ പറഞ്ഞത്? മൗലവി അടിച്ചുവിട്ട ഭാഗം പിന്നെ മൗലവി പിന്നിട്ട ഭാഗം ഒക്കെ പാടെ കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞ ആശയം ഒന്ന് കേട്ടോളി. ആ 100 കൊല്ലത്തിൽ വഹാബികൾ ഇന്ന് അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ, ഇന്ന് അനുഷ്ഠിക്കുന്ന വിശ്വാസങ്ങളിൽ ഒന്നുപോലും 100 ആ സംഘടനക്ക് 100 കൊല്ലം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പ്രധാന പോയിന്റിക്ക് വരികയാണ്. അത് മൗലവി കേൾപ്പിച്ചതുമില്ല, മറുപടി പറഞ്ഞതുമില്ല. കൊല്ലം പഴക്കമുള്ളതില്ല. നിങ്ങളും നിങ്ങളുടെ പൂർവികരും എന്ന് മുത്തുനബി പറഞ്ഞത് മുസ്ലിമീങ്ങളോടാണ്. ആ പാരമ്പര്യത്തിൽ വഹാബീസ് അല്ല എന്നുള്ളത് വഹാബിയക്കും അറിയാം, അമ്മക്കും അറിയാം, നാട്ടിലെ മൂകുകീപ്പെട്ടായ എല്ലാ മനുഷ്യന്മാർക്കും അറിയാം. എന്നാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ പൂർവികർ അനുഷ്ഠിച്ച വിശ്വസിച്ച വിശ്വാസ ആചാരങ്ങളിൽ ഇന്നത്തെ വഹാബികളുണ്ടോ? അതുപോലും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് എന്റെ പോയിന്റ്. അതാണ് നിങ്ങൾ ഇവിടെ മറുപടി പറയേണ്ടിയിരുന്നത്. വക്കം മൗലവി വിശ്വസിച്ച പരിചയപ്പെടുത്തിയ അതേ അള്ളാഹുവിനെയാണ് ഞങ്ങൾ ഇവിടെ വിശ്വസിക്കുന്നതെന്ന് പറയാൻ താടിയും മീശയും മുളച്ച മുത്തം 2 ആണുങ്ങൾ ഈ സ്റ്റേജിൽ വന്ന് ആ ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് കഴിഞ്ഞോ മുജാഹിദുകളെ? നിങ്ങൾക്ക് എന്റെ ക്ലിപ്പ് കട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നില്ലേ? ത്തോളം ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാകുമ്പോ ഒന്നാമതും ഏറ്റവും പ്രധാനപ്പെട്ടതും അള്ളാഹുവിലുള്ള വിശ്വാസമല്ലേ? ആ അള്ളാഹുവിലുള്ള വിശ്വാസം പോലും പൂർവികരായ വഹാബി പുരോഹിതന്മാരുടെ വിശ്വാസമായി എന്താണോ ഉണ്ടായിരുന്നത് അതിന്റെ 7 അയലത്ത് ഇന്നത്തെ വഹാബികളില്ല. ഇതാണ് എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഉണ്ടോ ഇല്ലേ അത് പറയങ്ങന്മാരെ. എന്നിട്ട് ഞങ്ങളെ കുറിച്ച് പറഞ്ഞോളി. ഞങ്ങൾ അതിന് അന്തസ്സായിട്ട് ഇതുപോലെ ക്ലിപ്പ് കേൾപ്പിച്ച് മറുപടി പറയും. പൂർവിക വഹാബി പുരോഹിതന്മാർ പോലും കേൾക്കാത്ത ദൈവത്തെയാണ്, പ്രവാചകനെയാണ് ഇന്നത്തെ വഹാബികൾ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു 100-500 ആളുകൾ കൂടിയ ഒരു മുജാഹിദ് സഭ, അതാണ് പോയിന്റ്. ഇങ്ങനെയുള്ള ഒരു സഭയിലെ വഹാബിയാളോട്, ഒരു 70 വയസ്സായ വഹാബിയാളോട് ചോദിച്ചാൽ പറയും വക്കം മൗലവിന്റെ കയ്യിൽ നിന്ന് ചെറുപ്പത്തിൽ നിന്ന് ഞാൻ കേട്ടത് അള്ളാഹ് ആകാശത്തൊന്നും അല്ലാന്നാ പറയാ. നമ്മൾ അങ്ങനെ 4 കൊല്ലത്ത് പറയുന്ന ഒരു വിശ്വാസമല്ല. ഇവിടെയാണ് പോയിന്റ്. സഭയിൽ ഒരു മൗലവി വിവിധ പ്രായക്കാരായ ആളുകളോട് നിന്റെ ജീവിതത്തിൽ നീ അള്ളാഹുവിനെ എങ്ങനെയൊക്കെയാ വിശ്വസിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 3-4 അപ്ഡേഷനുകൾ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ മുജാഹിദ് സഭയിൽ ആളുകൾ പറയും. ഇതുണ്ടോ ഇല്ലേ?
അത് പറയാനല്ലേ പൊന്നാര മൗലവിമാരങ്ങൾ മറുപടിക്ക് വന്നത്. നിങ്ങൾക്ക് അങ്ങനെ അള്ളാഹുവിൽ പല അപ്ഡേഷനുകൾ ഉണ്ടായിക്കണോ? ഉണ്ടായി എങ്കിൽ നിങ്ങൾ യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലുന കദ്ദാബുനയാണ് യതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകുമാണ്. ഇതാണ് എന്റെ വാദം. എന്നാൽ ഈ സഭയിലെ ഏത് ആളുകളോട് ചോദിച്ചാലും ഒരു അള്ളാഹുവിനെയാണ് നമുക്കൊക്കെ പറയാനുള്ളത്. ഈ നാട്ടില് 4 സുന്നി സംഘടനകളുണ്ട്. ആ 4 സുന്നി സംഘടനകൾക്ക് ഒരു അള്ളാഹിനെയാണ് പരിചയപ്പെടുത്താനുള്ളത്. എന്നാൽ മുജാഹിദിൽ പ്രധാനപ്പെട്ട ഒരു 5-8 ഗ്രൂപ്പ് മുജാഹിദ് ഉണ്ട്. ആ 5-8 ഗ്രൂപ്പ് മുജാഹിദിനും 5-8 കോലത്തിലെ പഠിച്ചോനാണ്. ഒരു മുജാഹിദ് പറയുന്ന അള്ളാഹ് കൂരുണ്ട്, ഊരുണ്ട്. വേറൊരു വിഭാഗം പറയാം അള്ളാഹ് കൂരല്ല. അപ്പൊ മറ്റേ മുജാഹിദ് ഏത് വെഞ്ചുമല അപ്പൊ അള്ളാഹിനെ ഇരുത്താന്നുള്ള വേജാറാണ്. ഇതൊന്നും മുസ്ലിമീങ്ങളെ അള്ളാഹുവുമായി ബന്ധപ്പെട്ടതല്ല. വിഗ്രഹ സമാനമായി വഹാബികൾ എഴുതി വെച്ച കാർട്ടൂണുകളുടെ കഥകളാണ്. ആ അള്ളാഹുവിനെയാണ് നമ്മുടെ ഗുരുപരമ്പരയിൽ വിശ്വസിച്ചു പോകുന്നത്. ഇങ്ങനെ പറയാൻ മുജാഹിദിന് കഴിയോന്നാ ഞാൻ ചോദിച്ചത്. വക്കം മൗലവിയാകുന്ന നിങ്ങളുടെ ഗുരുപരമ്പരയിലെ പുരോഹിതൻ ഇവിടെ പരിചയപ്പെടുത്തിയ അള്ളാഹുവും നിങ്ങളുടെ അള്ളാഹുവും ഒന്നാണോന്നാ ഞാൻ ചോദിച്ചത്. കാമ പറഞ്ഞോ മുജാഹിദേ? ആ അള്ളാഹുവിനെയാണ് നമ്മൾ മാതൃപിതൃ പരമ്പരകളിലൂടെ വിശ്വസിച്ചു പോകുന്നത്. ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചത്. വല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അപ്പപ്പാര് കേട്ടതും പയറ്റിയതും വിശ്വസിച്ചതുമായ ആചാരവിശ്വാസങ്ങളാണ്. എന്നാൽ വഹാബികളുടെ ആദ്യകാല നേതാക്കളും നമ്മളൊക്കെ വിശ്വസിച്ചത് ഏതാണ്? വല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. എല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനായി, സൃഷ്ടികളെ പോലെ ഇരിക്കാത്ത, നടക്കാത്ത, കൈകളില്ലാത്ത, കാലുകളില്ലാത്ത, വലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ഈ ലോകത്ത് സുഹൃതം ചെയ്ത് സ്വർഗത്തിലെത്തിയാൽ സത്യവിശ്വാസിക്ക് കൺകുളിർക്ക കാണുന്ന സൗഭാഗ്യമാണ് അള്ളാഹുവിനെ കാണുക എന്നത്. റബ്ബ് തൗഫീഖ് തരട്ടെ. അപ്പൊ നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് സങ്കല്പിക്കുന്ന ഒരിടത്തുമല്ല അള്ളാഹ്. ഇത് വക്കം മൗലവി പറഞ്ഞതാണ്, അമാനി മൗലവി പറഞ്ഞതാണ്. അപ്പൊ മൗലവി ഇങ്ങനെ അമ്മക്ക് ഹദീസ് പഠിപ്പിക്കുകയാണ്. ഞങ്ങൾക്കല്ല നിങ്ങൾ ഹദീസ് പഠിപ്പിക്കൊണ്ടേ. അങ്ങോട്ട് വക്കം മൗലവിന്റെ കബറിങ്ങ പോയി, അമാനി മൗലവിന്റെ കബറിങ്ങ പോയി. എന്നിട്ട് മൗലവി ചോദിക്കുകയാണ്, അള്ളാഹ് ആകാശത്താന്ന് പറയുന്നത് ഞങ്ങളാ? അത് ഞങ്ങളെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പറഞ്ഞതാ? അത് റസൂലുള്ള പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെടിവെക്കുന്നുണ്ട് മൗലവി. ഇനി മാത്രല്ല അള്ളാഹ് ഉപരിയിലാണെന്ന് ഞങ്ങളെ പോക്കറ്റിൽ നിർത്ത് പറഞ്ഞതാണ് മുസ്ലിമേ. ആണേ, നിങ്ങളെ പോക്കറ്റിൽ നിന്ന്, വക്കം മൗലവിന്റെ പോക്കറ്റിലും കൂടി അങ്ങനെ ഒരു അള്ളല്ല. ആണോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ പ്രമാണങ്ങൾ പഠിപ്പിച്ചതല്ലേ? അല്ല, വക്കം മൗലവി പോലും പഠിപ്പിച്ചിട്ടില്ല. ഇനി മൗലവി ബുഖാരിയിലെ ഹദീസൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ബുഖാരിയിൽ 1145 ഹദീസ് അല്ലാഹു ഉപരിയിലാണെന്ന് പറയുന്നു. സുനൻ അബൂദാവൂദിന്റെ 4290 ഹദീസ് അല്ലാഹു ഉപരിയിലാണെന്ന് പറയുന്നു. തിർമുദിയുടെ 1847 ഹദീസ് അല്ലാഹു ഉപരിയിലാണെന്ന് പറയുന്നു. മുസ്ലിമിൽ 1436 ഹദീസ് അല്ലാഹു ഉപരിയിലാണെന്ന് പറയുന്നു. എന്നാൽ ഈ ഹദീസിനൊക്കെ മറുപടി പറയുന്നത് ആരാണ്? അമാനി മൗലവിയാണ്. അമാനി മൗലവി അയാളുടെ ഖുർആൻ പരിഭാഷയിൽ പറയാണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്താണ് അയാൾ പറയുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ അർറഹ്മാനു അലൽ അർശി ഇസ്തവ എന്ന ആയത്ത് കാണാം. പ്രത്യക്ഷാർത്ഥത്തിൽ ഇരുന്നു, ആകാശത്തിലാണ് എന്നൊക്കെ അർത്ഥം വരുന്ന ആയത്തുകളുണ്ട്, അങ്ങനെയുള്ള വരികളുണ്ട്. എന്നാൽ അതിനെ ഒന്നും അതിന്റെ പ്രത്യക്ഷാർത്ഥത്തിൽ എടുക്കാൻ പാടില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് സൃഷ്ടികളോട് അള്ളാഹുവിനെ തുല്യപ്പെടുത്തലാണ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ നിഷേധിക്കലുമാണ് എന്ന് നിങ്ങളുടെ ഈ ഹദീസിന്റെ വിശദീകരണം അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയിലുണ്ട്.